is my bag. ഞങ്ങളെ ബസ്സുള്ള പ്ലാറ്റ്ഫോം 48 ആണ്. 48 തപ്പണം. പക്ഷേ ഇനിയും ബസ്സിനെയും വരാൻ ബസ് വരുന്ന പറഞ്ഞ സമയം 9:45 8 മണിയായിട്ടേ ഉള്ളൂ. ബസ്സൊക്കെ ഒന്ന് കൺഫേം ആയിട്ട് ബസ് കണ്ടതിന് ശേഷം എന്തെങ്കിലും ഫുഡ് കഴിക്കണം. നാളെ രാവിലെ 10 മണിക്ക് എത്തുള്ളൂ. ഇപ്പോൾ ക്യാമറ ഓൺ ആക്കിയതെന്ന് അറിയാം. അടിപൊളി ബസ്സുകളുണ്ടാവും ഇവിടെ. ഞങ്ങൾക്കതൊക്കെ നല്ല ബസ് കിട്ടിയാൽ മതിയായിരുന്നു പഠിച്ചോനെ. പാക്കേജാണ് ഉള്ള ബസ്സൊക്കെ പൊളി ബസ്സാണ്. വെൽക്കം ടു മഹാറാണ പ്രതാപ് ISBT കശ്മീരി ഗേറ്റ്. ഇതൊരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണ് ഇത്ര തിരക്ക്. ഈ ഹോണിഡേ സഹിക്കാൻ പറ്റാത്തത് വരുന്ന കരുതണം. മാണ്ട പഠിക്കണം. ഹോണിഡേ സഹിക്കാൻ പറ്റാത്ത പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ണും മൂക്കും ഇല്ലാതെയാണ് ഓരോരുത്തരും എടുക്കുന്നത്. എൻട്രി ടു ബസ് ടെർമിനൽ. ഓ ബസ് ടെർമിനൽ. ഞങ്ങൾ ബസ് ടെർമിനൽ ഉണ്ടായിരുന്നു. എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിക്കാൻ പോയതാണ്. ഫുഡ് കഴിച്ച് ബസ് ടെർമിനലിലേക്ക് വരുമ്പോൾ വഴി തെറ്റിപ്പോയി. ഇത് ബസ് ടെർമിനലാണ്. ഭയങ്കര സുരക്ഷയാണ് കേട്ടോ. ഇവിടെ ബാഗ് വെച്ച് കൺഫേമായി ദേഹപരിശോധനയൊക്കെ നടത്തിയിട്ട് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഈ കാണുന്ന സംഭവം എന്താണെന്ന് അറിയാം. ഒരു ബസ് സ്റ്റാൻഡാണ്. അതിനപ്പുറത്ത് മെട്രോ പോകുന്നുണ്ട്. അത് പറയാം. ഇതൊരു ബസ് സ്റ്റാൻഡായിട്ടാണ് ഈ കാണുന്നുള്ള ഇത്ര സുരക്ഷയിൽ. എൻ്റെ മോനെ അല്ല, ഇവിടെ ഓരോരോ ബസ്സിൻ്റെ ഓഫീസുകൾ. അതേപോലെ അപ്പുറത്തും കുറേ ബസ്സിൻ്റെ ഓഫീസുകളുണ്ട്. ഈ ഒരു ഫ്ലോറ് ബസ് ബുക്കിങ്ങും വെയിറ്റിങ്ങും മാത്രമാണ്. ഇനി ബസ് ടെർമിനലുള്ളത്, ബസ്സൊക്കെ നിൽക്കുന്ന സ്ഥലമുള്ളത് ഇതിൻ്റെ താഴെയാണ്. നമുക്ക് താഴോട്ട് പോകണം. താഴോട്ട് വരുമ്പോൾ ഇല്ലേ ഒരു സ്വർഗത്തിലേക്ക് എത്തിയ പോലെയാണ് മോനെ. എന്ത് തരം ബസ്സുകളാണെന്ന് അറിയാം. ഞാൻ കാണിച്ചില്ല. ലഗേജൊക്കെ നോക്കട്ടെ. എന്നിട്ട് ഇവിടുത്തെ ബസ്സുകളൊക്കെ ഒന്ന് കാണാം. ജസ്റ്റ് ഒരു ബസ് വരുന്നു, ഒരു 1 മണിക്കൂർ 10-20 മിനിറ്റ് നിൽക്കുന്നു, ആൾക്കാരെ കയറ്റുന്നു, പോകുന്നു. ഇതന്നെ കുറച്ച് ടൈമായിട്ട് ഇവിടെ കാണുന്നുള്ളത്. ലഗേജുകളൊക്കെ ഒന്ന് വെച്ചിട്ട് ബസ്സുകളൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ ഞാനുള്ളത് ഡൽഹി കാശ്മീരി ഗേറ്റിലാണുള്ളത്. അഥവാ ഇവിടെ നിന്നാണ് ലോങ്ങിലേക്കുള്ള ബസ്സുകളൊക്കെ ഉള്ളത് ഡൽഹിയിൽ നിന്ന്. അപ്പോൾ മെയിൻ മണാലിലേക്കുള്ള. അപ്പോൾ കുറേ ബസ്സുകളുണ്ട്. കുറച്ച് ബസ്സുകളൊക്കെ കാണാം. ഒരു ബസ് വരുന്നു, ആൾക്കാരെ കയറ്റുന്നു, ഒരു 10-20 മിനിറ്റ് നിർത്തുന്നു, പോകുന്നു. അപ്പോഴേക്കും അടുത്ത ബസ് എത്തുന്നു. ഏതൊക്കെ തരം ബസ്സുകൾ. ഇതൊക്കെ ഒരു സാധാരണ, പക്ഷെ അടിപൊളി പുതിയ ബസ്സുകളുണ്ട്. ഇലക്ട്രിക് ബസ്സുകളുണ്ട്. ഇത് വേണ്ട, ഇലക്ട്രിക് ബസ്സാണ് ഇത്. വേണ്ട, ബാക്ക് ടു ബാക്ക് ബസ്സാണ്. ഫ്ലിക്സ് ബസ്. ബസ്സിൽ കയറാനുള്ള ആൾക്കാർ തിരക്കാണ്ട്. ഇത് വെറും തിരക്കാണ്. ഞങ്ങൾ ബസ്സിന് ചെറിയൊരു ഇഷ്യൂ സംഭവിച്ചു. ഞങ്ങൾക്ക് തന്ന ബസ്സിൻ്റെ നമ്പറും ടൈമും മാറിപ്പോയി. ഞങ്ങൾക്ക് മണാലിയിലേക്ക് തന്ന ബസ്സിൻ്റെ സമയം ഉണ്ടായിരുന്നത് 9:45. ഒരു നമ്പറും ബസ്സിൻ്റെ ടൈമൊക്കെ തന്നിരുന്നു. പക്ഷെ കുറച്ച് നോക്കുമ്പോൾ ഞാൻ 8 മണിയാകുമ്പോഴേക്ക് തന്നെ ആ സെയിം പേരുള്ള ആ സെയിം രജിസ്ട്രേഷൻ നമ്പറുള്ള ബസ് വന്ന്. അപ്പോൾ അത് ചെറിയൊരു ഇഷ്യൂ ആണ്. ഞങ്ങളത് കണ്ടക്ടറോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വേറൊരു ഫാമിലി സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇതേ സംഭവം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പാക്കേജിൻ്റെ ആക്കി വിളിച്ചപ്പോൾ അവരെന്ത് പറഞ്ഞ് അവർക്കെന്തോ ബസ്സിൻ്റെ ആക്കി പറ്റിയ മിസ്റ്റേക്കാണെന്ന് പറഞ്ഞിട്ട് അവരങ്ങനെ പറഞ്ഞ്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് അടുത്തൊരു ബസ്സിനുള്ള സംഭവം ഇവരെ അങ്ങോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബസ് വരുന്നത് 10:30 മണിക്കാണ്. 10:10 എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം 9:45. അപ്പോൾ ആ ഫാമിലി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത് ഞങ്ങളെ ബാഗ് അവിടെ അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങൾ ബസ്സുകളൊക്കെ കാണാൻ ഇറങ്ങി. ഇതാ ഒരു ന്യൂ വ്ളോഗർ ഒതിച്ച് വരുന്നുണ്ട്. അപ്പോൾ വ്ളോഗേഴ്സിന് അസിസ്റ്റൻ്റ് ഉണ്ട് ഇവിടെ. ബസ് അതൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അസിസ്റ്റൻ്റ് ഉണ്ട്. പിന്നെ എന്താ പറയുക, മിണ്ടാതിരുന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സപ്പോർട്ടറും കൂടിയുണ്ട്. അപ്പോൾ ഞങ്ങളതിനെ ഒരാളിവിടെ കാര്യമായി വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കമോൺ. ചില ബസ്സുകളൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഒന്നിനൊന്നും വെച്ചോ. ചില ബസ്സുകൾ കാണുമ്പോൾ തന്നെ അതൊക്കെ നോക്കി അവർ നോർമൽ. ചില ബസ്സുകളൊക്കെ എൻ്റെ അമ്മ പൊളി ഒന്നും പറയാനില്ല. വോൾവോൻ്റെ അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട്.
ഓക്കെ, അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ ആൾ അവരെ വിളിച്ചാൽ അവരെന്നെ വിളിക്കും, എനിക്കും വിളിക്കും അവർക്കും വിളിക്കും, അത് വേറെ കഥ. എന്നാലും അവർക്ക് മുമ്പേ വിളി വന്നാൽ അവരെന്നെ വിളിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പറൊക്കെ കൊടുത്ത് ഞങ്ങളിങ്ങനെ ബസ് കാണാൻ, ഇങ്ങനെ ബസ് സ്റ്റാൻഡ് കാണാൻ ഇങ്ങനെ ഇറങ്ങിയതാണ്. ബസ് സ്റ്റാൻഡൊക്കെ നോക്കി ഏത് ഇങ്ങനെ കാണാൻ രസം കേട്ടോ, ഉള്ളിൽ കാണണം. എൻ്റെ പൊന്നു കിടിലൻ. ഇതാ ഒരു വോൾവോൻ്റെ സാധനം വരുന്നത്. ബസ്സുകൾക്കൊന്നും ഒരു കുറവില്ല. 2 എൻട്രൻസ് ഉണ്ട്. ഒരു ബസ് ഇതിൽ വരുമ്പോൾ ഒരു ബസ് അപ്പുറത്തിൽ അങ്ങോട്ട് പാസ്സാവും. ബസ് നല്ല മറ്റേ നമ്മൾ ആ പുതിയ വന്ന KSRTC അതിൻ്റെ സെയിം ആണെന്ന് തോന്നുന്നു. എനിക്ക് പേര് മറന്നു. വോൾവോൻ്റെ എന്തായിരുന്നു 900 അങ്ങനെന്തോ അല്ലേ. പക്ഷേ ഒരു പെയിൻ്റൊന്നും ഒരു കുമ്പില്ല. മോൻ അപ്പുറത്തിലൊരു കിട്ടിലും സാധനം പാസ്സായി. ബാക്കിൽ നോക്കി ലൈനായിട്ട് എൻ്റെ തമ്പുരാണ് എന്തോന്നിത്. കിളി പോയട്ടാ, ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു കാഴ്ച. എൻ്റെ ഇടയിൽ നോക്കിയ ഒരു ഗവൺമെൻറ് ബസ്. ഇതവിടെ ഗവൺമെൻറ്റിൻ്റെ വേറൊരു ബസ്. ഡൽഹി ടു ഡെറാഡൂൺ. ചില ബസ്സുകളൊക്കെ വെറും ഒരു പ്ലെയിൻ വൈറ്റ് കളർ മാത്രമേ ഉള്ളൂ. അങ്ങനെ കുറച്ച് ബസ്സുകളുള്ളൂ കേട്ടോ ഈ വെള്ള കളറുള്ള. ബാക്കി മിക്കവാറും നല്ല അടിപൊളി ബസ്സുകളാക്കി. എന്തോ KSRTC ആ ഗോവയിലത്തെ ബസ് കാണണമെങ്കിൽ അത് KSRTC, ഇവിടുത്തെ ബസ്സാണ് വീതം KSRTC. എൻ്റെ പൊന്നോ, ഒന്ന് സംസാരിക്കാൻ സമ്മതിക്കടോ. താഴെ ബസ്, മുകളിലെ മെട്രോ. ഇലക്ട്രിക് എന്ത് ഇലക്ട്രോണിക്സാ? ഇലക്ട്രോണിക്സ് നല്ല പൊട്ടാ. ഇലക്ട്രിക് എന്ന് പറയല്ല, ഇലക്ട്രിക്. ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇറങ്ങാനുള്ള ക്യൂ നോക്കിയാൽ കുട്ടികളൊക്കെ പൊരിഞ്ഞ വാശിയിലാണ്, ഒരാളും വിട്ടെടുക്കില്ല. മുന്നിലും ബാക്കിലും സൈഡിലൊക്കെ ചറപറ ബസ്സുകൾ. ആരും പരസ്പരം വിട്ടെടുക്കാൻ തയ്യാറല്ല. തട്ടിയ ആ മോനെ ജസ്റ്റ് മിസ്. ഇതവിടെ വേറൊന്നും ഇവിടുന്ന് പുറത്തെടുക്കാനുണ്ട് കുറേ ബസ്സുകൾ. കണ്ടോ സമയം 10:45. 9 മണിക്ക് എത്രയായിരുന്നു? 9:45 പുറപ്പെടുന്ന പറഞ്ഞ ബസ് അവസാനം 10:45 ആകുമ്പോഴേക്ക് പുറത്തെത്തിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റോളം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തിറങ്ങാനുള്ള ടൈം എടുത്ത് അതാ പുറപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴും എത്തുമെന്ന് നമുക്ക് കാണാം. സമയം രാത്രി 10:45 കേട്ടോ. നാളെ രാവിലെ ഒരു 10 മണിക്കുള്ളിലൊക്കെ മണാലി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. വെയിറ്റിംഗ്. ഞങ്ങളിതാ സീറ്റൊക്കെ ഒന്നിച്ചാണ് ഉള്ളത്. മുസമ്പിൽ മിനി വിളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് റീൽസിലാണ്. റാസി എവിടെയോ ആണ്, ഫോണില്ലാത്തതുകൊണ്ട്. മുസമ്മിലെ മിനി വിളിച്ച് കണ്ടിട്ട് ബാക്കിൽ നിന്ന് കണ്ണൂരര് വെല്ലു വിളിച്ചിട്ടുണ്ട്. നോക്കട്ടെ, ഇതിനകത്ത് കണ്ണൂരര് വെല്ലു വിളിച്ചിട്ടുണ്ട് മുസമ്മിലെ മിനി വിളിച്ചേക്ക്. മുസമ്മില് ഒറ്റ കളിക്കുന്ന പോലെയല്ല, ടീമായിട്ട് കളിക്കുമ്പോൾ പ്ലെയർ ഉണ്ട്. സമയം രാത്രി 12:05. ഇതാണ് ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് മണാലിയിലോട്ട് പോകുന്ന ബസ്. ഇപ്പോൾ ഒരു ചെറിയൊരു ടീ ബ്രേക്കാണ്, ഒരു അരമണിക്കൂർ. നല്ല അടിപൊളി, നല്ല വൃത്തിയുണ്ട്. പുറത്തായാലും പിള്ളേർ നല്ല അടിപൊളി വൃത്തിയുണ്ട്.
അടിപൊളി ബസ്സാണ് കേട്ടോ. പിന്നെ ഇവിടെ വേറെ കുറേ ബസ്സൊക്കെ ഉണ്ട്. ഒരു അരമണിക്കൂർ ബ്രേക്ക് ഉണ്ട്. ബാത്റൂമിൽ പോകണം, ഒരു ചായ കുടിക്കണം, അത്ര ഉദ്ദേശമുള്ളൂ. ദാബയിലായതുകൊണ്ട് ഫുഡ് കഴിക്കാൻ തീരെ ഉദ്ദേശിക്കുന്നില്ല. അവിടുത്തെ കത്തി റേറ്റ് ആയിരിക്കും. സമയം 12:45. 12 മണിക്ക് നിർത്തിയിട്ട് 12:30 എടുക്കേണ്ട ബസ്സാണ്. 12:45 എടുക്കുന്നില്ല. സംഭവം ഇപ്പോഴാണ് മനസ്സിലായത്. ബസ്സിൻ്റെ AC ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അപ്പോൾ അവർ ബസ് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ ബസ്സോടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. എന്താ ലഗേജൊക്കെ ഇറക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുതിയൊരു ബസ്, ഏതായാലും ബസ്സിൽ അത്യാവശ്യം ബസ് ഫുള്ളാണ് ആൾക്കാർ. അപ്പോൾ ഏതായാലും മൊത്തത്തിലുള്ളൊരു പുതിയൊരു ബസ് വരുമോ അല്ലെങ്കിൽ ഇനി വരുന്ന ബസ്സിൽ കയറ്റി വിടുമോ ഒന്നും അറിയില്ല. ഫുൾ ആൾക്കാരുള്ളതുകൊണ്ട് ഒരു പുതിയൊരു ബസ്സിലാണ് സാധ്യത. വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ അവിടെ നിന്ന് വിട്ടിട്ട് 10:30 വിട്ടിട്ട് 12 മണിക്ക് ഇവിടെ എത്തിയത്. അഥവാ 1.5 മണിക്കൂറിൻ്റെ ഓട്ടോ ഓടി കഴിഞ്ഞു. ഇനി ആ ബസ് അവിടെ നിന്ന് വിട്ടിട്ടുണ്ടോ, എവിടെ നിന്നാണ് വരുന്നത് ഒന്നൊരു ഐഡിയ ഇല്ല. എത്ര ടൈം എടുക്കുമെന്ന് അറിയില്ല. ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മുമ്പാണ് എല്ലാവർക്കും സംഭവം പറഞ്ഞത്. ഇതുവരെ എല്ലാവരും ഭക്ഷണം കഴിച്ച എല്ലാവരും ഇവിടെ എത്തി, എല്ലാവരും റെഡിയായി ബസ്സിൽ കയറിയിട്ടും ബസ് എടുക്കുന്നില്ല. അപ്പോഴാണ് സംഭവം മനസ്സിലായത്. ബാക്കിൽ ഇവർ തന്നെ ഇതേ കമ്പനീൻ്റെ വേറൊരു ബസ് വന്നിട്ടുണ്ട്. അതിൽ ഞങ്ങളെല്ലാവരും ആ ബസ്സാണ് പോകാനുള്ളത് കരുതിയിട്ട് എല്ലാവരും അങ്ങോട്ട് പോകുമ്പോഴേക്ക് നോക്കുമ്പോൾ അതിൽ ഫുൾ ആൾക്കാരുണ്ട്. അത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സും പിന്നെ വേറെ കുറേ ബസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫ്ലെക്സ് ബസ് ഉണ്ട്. അങ്ങനത്തെ സാധനം കൊണ്ടുപോകുന്നത്, ഒരു മിഷൻ കൊണ്ടുപോകുന്നത്. അപ്പം അങ്ങനെയൊക്കെയാണ് കഥകൾ.